ഹലോ, നമസ്കാരം. എന്തുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖല്ലേ? അപ്പോൾ ഞാൻ ഇന്നിവിടെ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ പ്രധാനപ്പെട്ട ഭയങ്ങൾ എന്തൊക്കെയാണ്, നിങ്ങളെ അലട്ടുന്ന പ്രധാനപ്പെട്ട ഭയങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. നിങ്ങളുടെ പ്രധാനപ്പെട്ട ഭയങ്ങൾ എന്തെല്ലാമാണ് നോക്കാം. നിങ്ങളെ അലട്ടുന്ന പ്രധാനപ്പെട്ട ഭയങ്ങൾ എന്തെല്ലാമാണ്? ഓക്കെ, ഒരു കാർഡ് ചാടിപ്പോയി. ആ കാർഡ് ഏതാ? ഓക്കെ, ക്യൂൻ ഓഫ് വാണ്ട്സ് റിവേഴ്സ് ആണ് വന്നേക്കുന്നത്. അതായത് നിങ്ങളുടെ സെൽഫ് റെസ്പെക്റ്റ് നഷ്ടപ്പെട്ടു പോകുമോ എന്ന് നിങ്ങൾ ഭയപ്പെടുന്നതായിട്ട് കാണുന്നുണ്ട്. അതായത് നിങ്ങളുടെ ഇമേജ്, നിങ്ങൾ ഭയങ്കര ഇമേജ് കോൺഷ്യസ് ആയിട്ടുള്ള ആളായിരിക്കും. അപ്പോൾ നിങ്ങളുടെ സെൽഫ് റെസ്പെക്റ്റ് എന്ന് പറയുന്ന സാധനം നഷ്ടപ്പെട്ടു പോകുമോ എന്ന് ഭയം ഉള്ളതായിട്ട് തോന്നുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ വളരെ കോൺഫിഡൻസ് ഉള്ള ഒരാളായിരിക്കാം. അപ്പോൾ നിങ്ങളുടെ സെൽഫ് കോൺഫിഡൻസ് അതിൻ്റെ കാര്യത്തിൽ നിങ്ങൾക്കൊരു ഭയമുള്ളതായിട്ട് തോന്നുന്നുണ്ട്. അതുപോലെ നിങ്ങൾ മോസ്റ്റ് പ്രോബബ്ലി ഒരു ഇൻട്രോവേർട്ട് ആയിരിക്കാൻ സാധ്യതയുണ്ട്. നിങ്ങളുടെ ഇമോഷൻസിനെ പ്രകടിപ്പിക്കാൻ ആഗ്രഹിക്കാത്ത ഒരാളായിട്ട് കാണുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ ഭയങ്കര സെൽഫിഷ് ആയിട്ടിരിക്കാൻ സാധ്യതയുണ്ട്. ഇത് അപ്രൈറ്റ് വരുമ്പോൾ ഇതൊന്നും വല്ലാത്തൊരു മീനിങ് ആണ് വരുന്നത്. പക്ഷേ ഇത് റിവേഴ്സ് വരുന്ന സമയത്ത് നിങ്ങൾ കുറച്ച് ജലസ് ആയിരിക്കാം. മറ്റുള്ളവരോട് ജലസി ഉണ്ട്, അത് മറ്റുള്ളവർ അറിയുമോ എന്നൊരു ഭയം ഉണ്ടായിരിക്കാം. നിങ്ങൾക്ക് നിങ്ങളെ തന്നെ ഒരു ഇൻസെക്യൂരിറ്റി ഉണ്ട്, നിങ്ങൾക്ക് ഒരു ആത്മവിശ്വാസ കുറവുള്ളതായിട്ട് തോന്നുന്നുണ്ട്. അതുപോലെ സെൽഫ് റെസ്പെക്റ്റ് കുറവുള്ളതായിട്ട് തോന്നുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങളുടെ ഭയം. നിങ്ങളുടെ സെൽഫ് റെസ്പെക്റ്റിനെ മറ്റുള്ളവർ കുറച്ച് കാണുമോ എന്നുള്ളതൊക്കെ നിങ്ങളുടെ ഒരു ഭയമാണ്. അതുപോലെ നിങ്ങളുടെ മറ്റൊരു ഭയമാണ്, നിങ്ങൾ മൾട്ടിപ്പിൾ പ്രയോറിറ്റി ഉള്ള ഒരാളാണ്. അതായത് നിങ്ങൾ ഒരിക്കലും ഒന്നിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ആളായിരിക്കില്ല. നിങ്ങൾ എപ്പോഴും പല കാര്യങ്ങളിൽ വ്യാപൃതരായിരിക്കും. അപ്പോൾ അത് നിങ്ങൾക്കൊരു ഭയമുള്ളതായിട്ട് തോന്നുന്നുണ്ട്. കാരണം ഒന്നും ഒരു ഫലത്തിലെത്തത്തില്ല. അതായത് ചിലപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പുകൾ നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ വേറെ എന്തെങ്കിലും കോൺസെൻട്രേറ്റ് ചെയ്യും. അപ്പോൾ ആ റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിൽ തീരുമാനമാവും. അതിപ്പോൾ ജോലിയിലാണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നതെങ്കിൽ അതിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ വേറെ എന്തെങ്കിലും പഠിക്കാൻ പോകും. അപ്പോൾ അവിടെയും തീരുമാനമാവും. അപ്പോൾ അങ്ങനെ ഒന്നിലും കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റാതെ പല കാര്യങ്ങളിൽ വ്യാപൃതരായിരിക്കുന്ന ആളായിരിക്കും നിങ്ങൾ. അങ്ങനെയാണെങ്കിൽ അത് നിങ്ങളെ ഭയപ്പെടുത്തുന്നതായിട്ട് തോന്നുന്നുണ്ട്. മൾട്ടിപ്പിൾ പ്രയോറിറ്റി. ലാസ്റ്റ് കാർഡ് നോക്കാം. ചാരിയറ്റിൻ്റെ എനർജിയാണ്. അതായത് നിങ്ങൾ ചിലപ്പോൾ ഫാസ്റ്റ് മൂവിങ് ആയിട്ടുള്ള ഒരാളായിരിക്കും. എടുത്തു ചാടി എന്തെങ്കിലും ചെയ്യുന്ന ഒരു ആളായിരിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ആ എടുത്തു ചാട്ടം നിങ്ങളെ ഭയപ്പെടുത്തുന്നതായിട്ട് തോന്നുന്നുണ്ട്. ചിലപ്പോൾ നിങ്ങൾ എടുക്കുന്ന ഡിസിഷൻസ് ശരിയാണോ തെറ്റാണോ എന്നൊരു തോന്നൽ നിങ്ങൾക്ക് ഉള്ളതായിട്ട് തോന്നുന്നുണ്ട്. അത് തന്നെയാണ് ഒന്നാമത്തെ കാർഡ് റിവേഴ്സ് വന്നപ്പോഴും പറഞ്ഞത്. ക്വീൻ ഓഫ് വാണ്ട്സ് റിവേഴ്സ് വന്നപ്പോഴും ഇത് തന്നെയാണ് പറഞ്ഞത്. നിങ്ങളുടെ സെൽഫ് റെസ്പെക്റ്റ് ഇല്ലാതാകുമോ എന്നൊരു ഭയം, അല്ലെങ്കിൽ മറ്റുള്ളവർ എന്നെക്കുറിച്ച് എന്ത് വിചാരിക്കും എന്നുള്ള ഭയം. ജലസാണ്, സ്വയം ഒരു മറ്റുള്ളവരോട് ജലസി ഉണ്ടെന്ന് മറ്റുള്ളവർ അറിയുമോ എന്ന ഭയം. അപ്പോൾ ഇത് നിങ്ങളുടെ ഒരു റിയൽ സെൽഫിനെ മറ്റുള്ളവർ പുറത്തറിയുമോ എന്നൊരു ഭയം നിങ്ങൾക്കുള്ളതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങളുടെ പ്രധാനപ്പെട്ട ഭയങ്ങൾ. ഓക്കെ.